അങ്ങനെ പറയാനും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ മനസ്സിലാക്കാനും സംഖ്യയാവേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ അച്ഛനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കാനുള്ള ബോധം മാത്രം മണ്ടയിലുണ്ടായാൽ മതി. പോകാൻ ആ ബോധമുണ്ട്. എനിക്ക് രാഹുൽ ഗാന്ധി അറിയാം, മഹാത്മാഗാന്ധിയെ അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ ജനസമ്പത്തിനെ പറ്റിയാണ് പോകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂഗോളത്തിലുള്ള ആകെ മനുഷ്യരിൽ 18% ഭാരതത്തിന്റെ മാത്രം സംഭാവനയാണ്. ആ പാതകത്തിന് നമ്മളോട് പൊറുക്കാൻ ഈ പ്രപഞ്ചത്തിന് മനസ്സുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഭൂമി ദേവിക്ക് അതിന് കഴിയട്ടെ. എന്തായാലും ആമുഖ വചനം കടന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യർ വളരുന്നത് പോലെ ഭൂമിക്ക് വളരാനാവുന്നില്ല, അല്ലെങ്കിൽ ഭൂമി വളരുന്നില്ല. മലയിടിച്ച് കായലിലിട്ടും മണ്ണിട്ട് കുളം മൂടിയും കുന്നുകോരി വയൽ നികത്തിയും പുഴകളെ മെലിയിച്ചെടുത്തും ആറിനെ തോടാക്കിയും തോടിനെ തരിശാക്കിയുമൊക്കെ നമ്മൾ കരഭൂമി അല്പസ്വല്പമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പെരുകുന്ന മനുഷ്യ വിഭവശേഷിക്ക് സ്വസ്ഥമായി കാലം കഴിക്കാൻ തീർച്ചയായിട്ടും അത് മതിയാവില്ല, അല്ലെ? അനിയന്ത്രിതമായിട്ടുള്ള പെറ്റുപെരുകൽ കൊണ്ട് എന്തെല്ലാം ദോഷമുണ്ടാകും എന്ന് അറിയാത്തവരൊന്നുമല്ല നമ്മൾ ആരും. ഉണ്ണി ഉൽപാദനം നടത്തുമ്പോൾ ഊട്ടുശേഷി കൂടി ആലോചിക്കണം എന്ന് പറയുന്ന പ്രാഥമിക പാഠം മനസ്സിലാക്കാത്ത ആളുകളുമല്ല നമ്മൾ. മലമുകളിലെ കാട്ടിലൊന്ന് ഉരുൾ പൊട്ടിയാൽ പോലും അടിവാരത്തേക്ക് ചത്തൊഴുകാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ കാട് നാടാക്കി കഴിയുന്നുണ്ട്. കാട് കയറുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒട്ടും തന്നെ കാര്യമില്ല. കാരണം ജീവിതത്തിന്റെ വേരു പടർത്താൻ മണ്ണ് തികയാതായാൽ മനുഷ്യർ മല കയറും. നാട് കവിയുന്ന വിധത്തിൽ പെറ്റുപെരുകിയാൽ ജനം കാട് നാടാക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു അതിജീവന പ്രവർത്തനം മാത്രമാണ്. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊന്നും പൊങ്ങൻ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവർക്കും എല്ലാം വളരെ നല്ലോണം അറിയാം. എങ്കിലും പെറിയിപ്പിക്കലിന് യാതൊരു കുറവുമില്ല, പെറ്റുകൊണ്ടേയിരിക്കുകയാണ്. ജനസംഖ്യയിലുള്ള നമ്മുടെ വളർച്ചയെ നേട്ടമായി കൂട്ടുന്ന ആളാണ് RSSനെ നയിക്കുന്ന ശ്രീ മോഹൻ ഭാഗവത്. ജനസമ്പാദ്യം വർദ്ധിക്കുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യുമെന്ന് 2 കൊല്ലം മുൻപേ അദ്ദേഹം പറഞ്ഞു പോകാൻ കേട്ടതാണ്. ഒരു കുടുംബത്തിൽ 3 കുട്ടികൾ വേണമെന്ന്, കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണമെന്ന് ശ്രീ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഒട്ടും ആലോചന കൂടാതെ ഈ മഹാരാജ്യത്തിന് എതിരാവുന്ന ഒരു അഭിപ്രായം പറയുന്ന ആളൊന്നുമല്ല അദ്ദേഹം. അക്കാര്യം പോകാൻ വളരെ നന്നായിട്ട് അറിയാം. Population share declines, minorities are flourishing in India. This is what a study by the Economic Advisory Council to the Prime Minister has said, that the share of Hindus in India's population saw a decrease of. എന്നാൽ BJPക്ക് ജനസംഖ്യാ നിയന്ത്രണത്തിൽ താല്പര്യമുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. തരക്കേടില്ലാത്ത ഒരു ദേശീയവാദി എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ RSSനൊപ്പമാണോ അതോ BJPക്കൊപ്പമാണോ ഈ പോങ്ങൻ നിലകൊള്ളുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി. എനിക്ക് കൃത്യമായ ഒരു ഉത്തരവും കിട്ടി. ആ ഉത്തരത്തിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ആ കിട്ടിയ ഉത്തരത്തിന്റെ ഭാഗമായിട്ടുള്ള സംസാരമാണ് ഇപ്പം പൊങ്ങനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിലകൊള്ളുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിനൊപ്പമാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിനൊപ്പം. അതിന്റെ അർത്ഥം ഞാൻ BJPക്കൊപ്പമാണെന്നല്ല, അല്ലെങ്കിൽ RSSന് എതിരാണെന്നല്ല. ജനസംഖ്യാ നിയന്ത്രണത്തിനൊപ്പം നിൽക്കുക എന്നാൽ ഈ വിഷയത്തിൽ RSSനും BJPക്കും ഒപ്പം ഒരുപോലെ നിൽക്കുക എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണം എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും ഒരു കുടുംബത്തിൽ വേണം എന്നാണ് പറഞ്ഞത്. ജനസംഖ്യയിൽ നിയന്ത്രണം വേണമെന്നാണ് BJP പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ RSSും BJPയും പറഞ്ഞത് ഒരുപോലെ ഈ രാജ്യത്തിന് ഗുണമാകുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവർ പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു കാര്യം തന്നെയാണ്. ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു ആശയ ഭിന്നതയും അവിടെ ഉണ്ടായിട്ടില്ല അവർക്കിടയിൽ. അതായത് ഇന്ത്യയിൽ ജനസംഖ്യ തീർച്ചയായിട്ടും ഉയരുന്നുണ്ട്. എന്നാൽ അതേസമയം ഹൈന്ദവ സമൂഹത്തിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ഹൈന്ദവരുടെ എണ്ണം കുറയുകയും എന്നാൽ മൊത്തത്തിലുള്ള ജനസംഖ്യ വളരുകയും ചെയ്യുന്നു.
അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 4 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ രാജ്യം രൂപപ്പെടുത്തിയിട്ടുള്ള ജനസംഖ്യാ നയം അനുസരിച്ചുള്ള നിരക്കിലും വളരെ താഴെയാണ് നിലവിൽ ഹൈന്ദവ ജനതയുടെ സംഖ്യ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇതേ നില തുടർന്നു പോയാൽ ഹൈന്ദവർ വംശനാശത്തിലേക്ക് പോകും. അത് മനസ്സിലാക്കിയാണ് മോഹൻ ഭാഗവത് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. സമീപ ഭാവിയിൽ എന്നല്ല, ഒരു 100, 150, 200 വർഷം കഴിയുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. വരാനിരിക്കുന്ന ഒരു കാലത്തും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ആളുകൾ സമാധാനവും സ്വസ്ഥവുമായി ജീവിച്ചു പോകണം എന്ന് പറയുന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമല്ലോ, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് മോഹൻ ഭാഗവത് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതനുസരിച്ച് ഹൈന്ദവർ ഭാരതത്തെ സംബന്ധിച്ച് രാഷ്ട്ര ശരീരത്തിൽ കാണപ്പെടുന്ന HDL കൊളസ്ട്രോൾ ആണ് എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ ഭാരതത്തിലെ മാത്രമല്ല, ഭൗമ ശരീരത്തിലെ തന്നെ നല്ല കൊളസ്ട്രോളുകളാണ് ഹൈന്ദവർ, അല്ലേ? ആരാണ് ഹിന്ദു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ പോങ്ങന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: മതമില്ലാത്ത ഒരു മനുഷ്യൻ. അതാണ് എന്നെ സംബന്ധിച്ച് ഹിന്ദു. എന്താണ് സ്വാതന്ത്ര്യം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനും ഈ പോങ്ങന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഹിന്ദുക്കൾ കൈവശം വെച്ച് അനുഭവിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ. അതാണ് എന്നെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം. ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഇല്ലേ? ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ദൈവവുമുണ്ട്, അല്ലെങ്കിൽ ദൈവതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടാവും. അതുപോലെ ആ മതങ്ങളുടെ എല്ലാം നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സ്വർഗവും ഉണ്ടാവും. ചിലരുടെ സ്വർഗത്തിൽ എണ്ണം പറഞ്ഞ് 6 ഡസൻ ഭോഗിണികൾ അങ്ങനെ അങ്ങ് എന്തിനും തയ്യാറായി പുരനിറഞ്ഞു നിൽപ്പുണ്ട് എന്നാണ് കേട്ടുകേൾവി. പോകൻ കണ്ടിട്ടില്ല, അവിടെ ഒന്നും അങ്ങനെ സന്ദർശിച്ച് മടങ്ങാനുള്ള ഒരു ഭാഗ്യമൊന്നും പോകാൻ ഉണ്ടായിട്ടില്ല. എങ്കിലും കേട്ടുകേൾവി അങ്ങനെയാണ്. സഹജീവികളെ കൊന്നു ചെല്ലുന്നവർക്ക് വിനോദം പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരുടെ ദൈവം അവർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യമാണത്. കൊന്നു ചെല്ലുന്നവർക്കുള്ള ഒരു ചെറു പാരിതോഷികം. ശരീരം മുഴുവനായിട്ട് അവിടെ ചെല്ലണ്ട, ലിംഗമായി ചെന്നാലും മതി. അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊറട്ടേക്കണം. അതാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തായെന്ന് അന്വേഷിച്ചപ്പോ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല. എന്തായാലും ഹിന്ദുക്കൾക്ക് മതമോ സ്വർഗമോ ഒന്നുമില്ല. അവരുടെ സ്വർഗം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. അവരവർ ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് കർമ്മഫലം എന്ന് പറയുന്ന ഒന്നിലാണ് പൊതുവെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും. നല്ലത് ചെയ്താൽ അപ്പോൾ തന്നെ കൂലി നല്ലത് കിട്ടുമെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ഈ പാടത്ത് പണി വരമ്പത്ത് കൂലി, ആ പരിപാടി ഇല്ല. അപ്പൊ ഇന്ന് നമ്മുടെ കൺമുന്നിൽ തെറ്റ് ചെയ്യുന്നവരും കുറ്റം ചെയ്യുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുർനടപ്പ് നടക്കുന്നവരും മോശപ്പെട്ട മനുഷ്യരുമൊക്കെ വളരെ വലിയ വിജയം കൈവരിക്കുന്നത് കാണുമ്പോൾ നിരാശപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും നിരാശപ്പെടരുത് എന്നുള്ളതാണ് പോകേണ്ട ഒരു പക്ഷം. ഇന്നത്തെ നമ്മുടെ ഈ ദുഃഖത്തിനൊക്കെ മാറ്റം വരുന്ന ഒരു കാലം നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ നല്ലതും ചീത്തയും എല്ലാം നമ്മൾ അനുഭവിച്ചേ പോകുള്ളൂ. കർമ്മഫലം എന്ന് പറയുന്ന ഒന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മണ്ടത്തരമല്ല എന്നുള്ള ബോധ്യമാണ് പോകാനുള്ളത്. അതുപോലെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് ഹിന്ദുക്കൾക്ക് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ, എണ്ണിപ്പറയാൻ കഴിയാത്ത അത്ര ദൈവങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത്. എണ്ണിപ്പറയാൻ കഴിയില്ല. സ്വയം ദൈവമാകാനോ പുതിയ ദൈവങ്ങളെ സൃഷ്ടിക്കാനോ ഉള്ള അധികാരം ഓരോ ഹിന്ദുവിനുമുണ്ട്. ദൈവമായിട്ടും ജീവിക്കാം, ഭക്തനായിട്ടും ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതാണ് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഈ ഹൈന്ദവരുടെ താരപരിവേഷമുള്ള ദൈവങ്ങളിൽ ഒരാളാണല്ലോ ശ്രീരാമൻ. ആ ശ്രീരാമൻ പോലും ഈശ്വര വിരോധിയായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ലാത്ത നാസ്തികനായിട്ടുള്ള നമ്മളുടെ ചാർവാകനെ പോലും പരിഗണിച്ചിരുന്ന രീതി ചെറിയ കാര്യമൊന്നുമല്ല. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു തമാശ, ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് നിരീശ്വരവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോലും വളരെ വൈരുദ്ധ്യമുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദുവിനുള്ളത്. അപ്പൊ ഹിന്ദുവിനെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായിട്ടുള്ള ദേവാലയം അവനവൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു മറ്റൊരു സഹജീവിയെ കൂപ്പുകൈകളോടുകൂടി നേരിടുന്നതെന്ന് ചോദിച്ചാൽ, സഹജീവിയിൽ ദൈവത്തെ കാണാനുള്ള സിദ്ധി ഓരോ ഹിന്ദുവിനുമുണ്ട്. ഒരു ഹിന്ദു കൂപ്പുകൈകളോടെ നമസ്കാരം പറയുന്നത് തന്റെ സഹജീവിയുടെ ഉള്ളിലെ ദൈവത്തോടാണ്. തന്റെ സഹജീവിയെ ദൈവത്തെ പോലെ കാണുന്ന ഒരു ഹിന്ദു ഈ ഭൗമ ശരീരത്തിലെ HDL കൊളസ്ട്രോൾ തന്നെയല്ലേ ആവേണ്ടത്, അല്ലേ? ഹൈന്ദവരെ പോലെ ഇത്രത്തോളം സഹനശേഷിയുള്ള മറ്റൊരു മനുഷ്യ സമൂഹത്തെ എവിടെ കാണാൻ കിട്ടും? സഹിഷ്ണുതയാണ് ഹിന്ദുവിന്റെ ശക്തിയും ദൗർബല്യവും എന്ന് പോങ്ങന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കമ്മിസുടുക്കളുടെ ചിത്രീകരണത്തിലൂടെ മാത്രം ഹിന്ദുവിനെ അറിയുന്നവർക്ക് പോങ്ങൻ പറയുന്നത് തീർച്ചയായിട്ടും കിട്ടിയേക്കില്ല. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ അതുവരെ വിശ്വസിക്കാൻ ആളുകളുള്ള ഒരു നാട്ടിൽ ഹൈന്ദവർ വർഗീയവാദികളും തീവ്രമത മൗലികവാദികൾ മതേതരരുമാവുന്നതിൽ എന്തെങ്കിലും അതിശയമുണ്ടോ?
ഹിന്ദുവിന് പോലും വാസ്തവത്തിൽ ഹിന്ദുവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കാലത്തിലൂടെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും മതേതരത്വവും മാനവിക മൂല്യവുമൊക്കെ ഏറ്റവും അധികമായി ആചരിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഹിന്ദുക്കളാണെന്ന് പോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ 91% കൊടും മതേതരരും ഘോര മാനവിക സ്നേഹികളുമായിട്ടുള്ള സമാധാന മതസ്ഥരാണുള്ളത്, അല്ലേ? 8% താഴെ മാത്രം വരുന്ന ന്യൂനപക്ഷ ഹിന്ദുക്കൾ അവിടുത്തെ ഭൂരിപക്ഷ മതസ്ഥരായിട്ടുള്ള തീവ്ര സമാധാനവാദികളുടെ മാനവിക സ്നേഹം സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ, അല്ലേ? കേരളത്തിൽ അതിന് വലിയ ഒരു പ്രതിഷേധമൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ പോലും സംഗതി നടക്കുന്നുണ്ടല്ലോ, അല്ലേ? ഇവിടുത്തെ ഒരു മതേതരരുടെ ഒരു സവിശേഷത എന്താ പറഞ്ഞാൽ, അങ്ങ് ഗാസയിലോ മറ്റോ ആർക്കെങ്കിലും ഒരു വെള്ളപ്പൊക്കുണ്ടായി എന്ന് കേട്ട് കഴിഞ്ഞാൽ പോലും ഇവിടെ ഉള്ളവർക്ക് നോവും. എന്നാൽ ബംഗ്ലാദേശിൽ പച്ചയ്ക്ക് കത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് പറയുന്നവൻ വർഗീയവാദി, അത് ചെയ്യുന്നവർ മതേതരവാദി. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഉണ്ണാക്കന്മാരോട് അവന്മാർക്കൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. അവന്മാരെന്തോ പറഞ്ഞോട്ടെ, നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കുസൃതികൾ. ന്യൂനപക്ഷ ഹിന്ദുക്കൾ അവിടുത്തെ ഭൂരിപക്ഷ മതസ്ഥരായിട്ടുള്ള തീവ്ര സമാധാനവാദികളുടെ മാനവിക സ്നേഹം സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുകയാണ്. അവരനുഭവിക്കുന്ന കഷ്ടതകൾ, സമാധാനം കൊണ്ടുള്ള അവരുടെ പൊറുതിമുട്ടൽ അസഹനീയമാണ്. നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര വലുതാണ്. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലമായി ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന് കീഴിൽ ബംഗ്ലാദേശിലുള്ളതിനേക്കാൾ ഒരു 1.5 മടങ്ങ് സമാധാന മതസ്ഥർ താമസിക്കുന്നുണ്ടെന്ന് ഓർക്കണം ഈ മണ്ണിൽ. അതിൽ നല്ലൊരു ശതമാനവും ഈ രാജ്യത്തിനിട്ട് പരമാവധി ഉപദ്രവവും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഫാസിസ്റ്റ് സർക്കാരെന്നും ഹിന്ദുത്വ സർക്കാരെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾക്ക് നിരന്തരം ഇരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ BJP സർക്കാരിന് കീഴിൽ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒന്നും ലഭിക്കാത്തത്ര സുഖവും സുരക്ഷയും സമാധാനവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിതം ഇവിടെ കഴിക്കുകയാണ് ഈ മണ്ണിൽ. എന്തുകൊണ്ടാണത്? എങ്ങനെയാണത് സാധിക്കുന്നത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഈ നാട്ടിൽ മഹാഭൂരിപക്ഷവുമുള്ളത് സമാധാന മതസ്ഥരല്ല. സഹിഷ്ണുതയും സമഭാവനയും സ്വഭാവത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള ഫാസിസ്റ്റുകളായിട്ടുള്ള ഹിന്ദുക്കളാണ് ഇവിടുത്തെ ഭൂരിപക്ഷ മതം. ഫാസിസ്റ്റുകളായിട്ടുള്ള ഹൈന്ദവരാണ് ഇവിടെ ഭൂരിപക്ഷമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മതേതരത്വമുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ സമാധാനമുള്ളത്. ഇനി നമ്മുടെ പ്രധാന അയൽരാജ്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. സമാധാന മതത്തിന് സമ്പൂർണ്ണ ആധിപത്യമുള്ള ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അവിടുത്തെ ഭൂരിപക്ഷ മതസ്ഥർക്ക് പോലും സമാധാനവും സംതൃപ്തിയും സ്വസ്ഥതയും സമൃദ്ധിയും ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അവിടെയുള്ള ഭൂരിപക്ഷ മതത്തിന് പോലും അതില്ല. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയണോ? ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ മുതലായിട്ടുള്ള അയൽക്കാർ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, അല്ലേ? എന്തായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ചൈനയിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1.6%, മ്യാൻമാറിൽ 2.3%, ഭൂട്ടാനിൽ ഏതാണ്ട് 0%, നേപ്പാളിൽ ഒരു 5%, 5% സമാധാന മതസ്ഥരുടെ സാന്നിധ്യമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സമാധാന മതം ഇല്ലാതിരിക്കുകയോ നാനോ ന്യൂനപക്ഷമായിരിക്കുകയോ ചെയ്യുന്നിടത്ത് മാത്രമേ മനുഷ്യർക്ക് മനുഷ്യരായി ജീവിച്ച് സമാധാനത്തോടെ മരിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിന് വംശനാശം സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മോഹൻ ഭാഗവത് ഒരു അസൽ മതേതരവാദിയും യഥാർത്ഥ സമാധാനപ്രേമിയും ശരിയായ മാനവികവാദിയുമാണ്. കുറഞ്ഞപക്ഷം പോങ്ങന്റെ കണ്ണിലെങ്കിലും അതങ്ങനെയാണ്. അങ്ങനെ പറയാനും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ മനസ്സിലാക്കാനും സംഖ്യയാവേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ അച്ഛനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കാനുള്ള ബോധം മാത്രം മണ്ടയിലുണ്ടായാൽ മതി. പോങ്ങൻ ആ ബോധമുണ്ട്. എനിക്ക് രാഹുൽ ഗാന്ധി അറിയാം, മഹാത്മാഗാന്ധിയെ അറിയാം. അതുകൊണ്ടാണ് ഹൈന്ദവ കുടുംബത്തിൽ 3 കുട്ടികൾ ഉണ്ടാവുന്ന നില വന്നാൽ അത് ഈ രാജ്യത്തിൻ്റെ ആരോഗ്യത്തിന് തീർച്ചയായും ഗുണമാവും. അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം എന്ന BJPയുടെ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കിയാൽ ചീത്ത കൊളസ്ട്രോളുകളായിട്ടുള്ള LDLന്റെ അനിയന്ത്രിതമായിട്ടുള്ള പെരുക്കം തടയാനുമാവും. അതായത് ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണം എന്ന RSSന്റെ അഭിപ്രായത്തിൽ ചെറിയൊരു ഭേദഗതി വരുത്തിക്കൊണ്ട് BJP സർക്കാർ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരികയാണ് വേണ്ടത്. അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ. ആ HDL LDL ആ റേഷ്യോ, ആ അനുപാതം പിടിച്ചു നിർത്തേണ്ടതുണ്ട്.